ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഗാർഡൻ മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ കുറച്ച് നല്ല ഗ്രാമീണ ഭംഗി കൂടെയാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, ഇപ്പോൾ ഇന്നലെയും മിനിങ്ങാന്നൊക്കെ ആയിട്ട് നല്ല മഴയായിരുന്നു. നമ്മുടെ താമരയൊക്കെ ഇവിടെ ഇങ്ങനെ വാടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ചെറുതായിട്ട് ഗാർഡൻ, നമ്മുടെ ബാക്കിയൊക്കെ നമ്മുടെ ഗ്രാമീണ ഭംഗിയും കൂടി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ. കാരണം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഞങ്ങളുടെ പാലക്കാടുള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ഗാർഡനിലേക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം കേട്ടോ. അപ്പം മഴയൊക്കെ പെയ്തിട്ട് നമ്മുടെ കുറേ താമരകളൊക്കെ ഇവിടെ നിന്ന് തണ്ടൊടിഞ്ഞ് പോയിട്ടുണ്ട്, ചീഞ്ഞ് താഴത്ത് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, പ്രകൃതി നമുക്ക് മഴയായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ 2-3 താമരയൊക്കെ ഒടിഞ്ഞ് താഴെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രഭാഗ എവിടെ ഇങ്ങനെ ഇതാട്ടോ ഇപ്പോൾ അവസ്ഥ. മുട്ട ഇഷ്ടംപോലെ വേറെ മുട്ടകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത്രയും ഉണ്ട്. കണ്ടില്ല, നമ്മുടെ ഇവിടെ ഒരാൾ അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. സെറ്റായിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ആമ്പിലും വരുന്നുണ്ട്. ഒരു 3-4 വെച്ച് ബാക്കിയെല്ലാം നമുക്ക് അറ്റ് എ ടൈമിൽ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട്. അപ്പോൾ മഴയൊക്കെ ആയിരുന്നു 2 ദിവസം. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ അങ്ങനെ വലുതായിട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ലോട്ടസിൻ്റെ ട്യൂബേഴ്സും കുറച്ച് അവൈലബിൾ ആണ്. കുറേയൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ പീസുകളായതുകൊണ്ട് ഞാനിങ്ങനെ അത് വലിയ ഇത് കൊടുക്കാതെ, ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇരിക്കാം കേട്ടോ. ഇനിയും കുറേ ട്യൂബേഴ്സ് എടുക്കാനുണ്ട് കേട്ടോ. നമ്മുടെ താമരയുടെ കുറേ ട്യൂബേഴ്സ് എടുക്കാനൊക്കെ ഉണ്ട്. അപ്പം നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ കേട്ടോ വരുന്നത്. ഇത് ഞങ്ങൾ കുറേ പേര് ചോദിക്കാൻ എവിടെയാണ് സ്ഥലം ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് പാലക്കാട് ആലത്തൂരിലാട്ടോ. ആലത്തൂർ ഇത് നമ്മുടെ കുത്തനൂർ വെങ്ങനൂർ പോകുന്ന റൂട്ടാട്ടോ ഇത്. അപ്പം ഇത് നമ്മുടെ വീടിൻ്റെ പണി കഴിയുന്ന സ്ഥലമാട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ വീടിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വ്യൂ വരുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, നല്ല മഴയൊക്കെ പെയ്ത് പാടമാണ് നമ്മുടെ വീടിൻ്റെ. പുതിയ വീടൊക്കെ ഇനി പണി കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട് രാവിലെ എണീക്കുമ്പോൾ കാണാൻ പറ്റുന്ന അടിപൊളി വ്യൂ ആട്ടോ ഇത്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് നോക്കി കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ വ്യൂ കേട്ടോ. നേരെ കാണിച്ചു തരാവേ. നമ്മൾ രാവിലേക്ക് എണീറ്റ് വരുമ്പോൾ ഈ ഒരു കാഴ്ചയായിരിക്കും കാണാം കേട്ടോ. ഇപ്പം വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, കുറേ പണികൾ ഇനി കഴിയാനുണ്ട്. അപ്പോൾ ഇതാണ് ഹോളായിട്ട് വരുന്നത്. ഉള്ളിൽ തന്നെയാണ് സ്റ്റെയർ കേട്ടോ. സ്റ്റെയറിൻ്റെ മേലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ കേട്ടോ. ഞാൻ നോക്കട്ടെ കയറാൻ പറ്റുമോ എന്നൊക്കെ. കയറിക്കഴിഞ്ഞാൽ പണി പാളും, കാരണം സ്റ്റെപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ മേലെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ചൊക്കെ വരുമ്പോഴേ ഈ ഒരു വ്യൂ ഓട്ടോ കാണാം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും മനോഹരമായിട്ടുള്ള പാടങ്ങളൊക്കെയാണ് നമുക്ക് രാവിലെ തന്നെയുള്ള കാഴ്ച കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ പാലക്കാടിൻ്റെ ഭംഗി? പാലക്കാടിൻ്റെ ഭംഗി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ പുതിയ സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് പുതിയ വീഡിയോസൊക്കെ ഇടുമ്പം എന്താ പറയുക, പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വേണ്ടത്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വ്യൂ. അപ്പം ഇത് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞി കിണറാട്ടോ. നിറച്ച് വെള്ളമുണ്ട് കേട്ടോ ഇതിനകത്ത്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കയ്യെത്താൻ പാകത്തിനുള്ള വെള്ളമുണ്ട് ഇതിനകത്ത്. മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ നല്ല വെള്ളം. ഇവിടെ വെള്ളത്തിന് വലിയ ക്ഷാമമൊന്നും നമുക്ക് വരുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഗാർഡനിലേക്ക് തന്നെ ഇറങ്ങാം കേട്ടോ. പിന്നെ നമ്മുടെ ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതാണ് നമ്മുടെ വാട്ടർ പോപ്പി കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ വാട്ടർ പോപ്പിൻ്റെ ഫ്ലവർ വന്നിട്ട് ഇതാണ് നമ്മുടെ വാട്ടർ പോപ്പിൻ്റെ ഫ്ലവർ. ഒരു യെല്ലോ കളറാണ് നമ്മുടെ വാട്ടർ പോപ്പി വരുന്നത് കേട്ടോ. യെല്ലോ ഫ്ലവറാണ് വരുന്നത് വാട്ടർ പോപ്പി. നല്ല ഭംഗിയാണ്. ഇതൊരു വാട്ടർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. പൂ ഒരു ദിവസം നിൽക്കുള്ളൂ, കുറേ ദിവസം നിൽക്കില്ല നമ്മുടെ വാട്ടർ പോപ്പിൻ്റെ കേട്ടോ. പിന്നെ നമ്മുടെ പർപ്പിൾ ജോയ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതും കുറേ പേര് ചോദിച്ചു, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 3-4 വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഇത് ഏതാ വെറൈറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പർപ്പിൾ ജോയ് ആണ്. പിന്നെ നമ്മുടെ റെയിൻ ലില്ലീസൊക്കെ അത്യാവശ്യം കുറച്ച് മുളച്ച് വരുന്നുണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം പുഴു തന്നിട്ട് എല്ലാം പോയതായിരുന്നു. അപ്പോൾ അതൊക്കെ മുളച്ച് വരുന്നുണ്ട്. കുറേ മുട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ പുഴു വരാതിരിക്കണം. പുഴു വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇതിനെ പിടിച്ച് കൊല്ലും. വേറെ വഴിയില്ല കേട്ടോ നമുക്ക്. പിന്നെ നോക്കി നമ്മുടെ ഈ ഒരു വെറൈറ്റിൻ്റെ ഐഡിയ എനിക്കറിയില്ല കേട്ടോ. ഞാൻ കുറേ കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. ആരും അതിൻ്റെ ഐഡിയനെ കുറിച്ച് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഇത് ഏത് ഐഡിയെന്ന് എനിക്കറിയില്ല. പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ നമ്മുടെ ജാപ്പോണിക്ക ഉണ്ടല്ലോ, ഇതാണ് ജാപ്പോണിക്കയുടെ അവസ്ഥ. ഇത് നമ്മൾക്കൊന്ന് മാറ്റി നടണം, റീപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായി വിചാരിക്കും. നമുക്ക് ഒഴിവ് കിട്ടാത്തതുകൊണ്ട് കേട്ടോ. ഒഴിവ് പിന്നെ മടി
ഒക്കെയാണ്. പിന്നെ നമ്മുടെ റെയിൻ ലില്ലിയിൽ ഇത് ഇഷ്ടം പോലെ പുല്ല് മുളച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരാൾ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല ഗൈസ്, തല ഒടിഞ്ഞ് നിൽക്കുന്നുണ്ട്. മഴ ആയതുകൊണ്ടാണോ എനിക്കറിയില്ല. അത് പുഴുവൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത്. അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. റെയിൻ ലില്ലി കംപ്ലീറ്റും മറ്റേ പുല്ല് മുളച്ചിരിക്കുക കേട്ടോ. അതൊക്കെ നമുക്ക് ഒരു ദിവസം ക്ലീൻ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. മൊത്തത്തിൽ പുല്ല് മുളച്ച് നാശമായി നിൽക്കുന്നുണ്ട്. സാരമില്ല, നമുക്കതൊക്കെ ശരിയാക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കാർലോസ് സൺഷൈൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് ഞാൻ മറന്നു, മൂൺ ബീം എന്നാണ് ഇതിൻ്റെ ഈ വെറൈറ്റിയുടെ പേര്, മൂൺ ബീം. നല്ല ഭംഗിയാണ് കേട്ടോ ഈ മൂൺ ബീമിനെ കാണാൻ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഞാനത് ആഗ്രഹിച്ച് മേടിച്ച് വെച്ച ഒരു വെറൈറ്റി കേട്ടോ ഈ മൂൺ ബീം. അതുപോലെ തന്നെ നമ്മുടെ നോർമൽ വാട്ടർ ലില്ലി ഇത് ഇവിടെ നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ഇതിനെ വിരിയിച്ച് കൊടുത്താലോ എന്നുണ്ട്. നാളേക്ക് വിരിക്കാൻ തോന്നുന്നു, അതാണ് കുറച്ചുകൂടെ നല്ലത്. നാളെ ഞാൻ വിരിയിക്കും വീഡിയോ എടുത്തിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പം നട്ടിട്ട് ഇപ്പോൾ ഏകദേശം നമ്മളിത് 2 ആഴ്ച ആയിട്ടുള്ളൂ. ഇതേ അതിലൊക്കെ ഉറുമ്പ് വന്നല്ലോ, നിറച്ച് ഉറുമ്പാണ് കേട്ടോ. ഇതെങ്ങനെ ഉറുമ്പ് ഇങ്ങനെ കയറി വരുന്നതെന്ന് അറിയില്ല കേട്ടോ. വെള്ളത്തിൽ കൂടെയൊക്കെ നമ്മുടെ ഇതേ ഉണ്ടല്ലേ ഫോറിനറിൻ്റെ മുട്ടാണ് കേട്ടോ. ഞാൻ മഴക്കാലത്ത് നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ കുറേ പേർ ചോദിക്കാറുണ്ട് മഴക്കാലത്ത് നട്ടാൽ ഉണ്ടാവുമോ എന്നൊക്കെ കേട്ടോ. അപ്പം മഴക്കാലത്ത് നട്ടാലും ഉണ്ടാവും എന്നുള്ളതിന് തെളിവാണിത് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ആരും മഴക്കാലത്ത് നട്ടാൽ താമര ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കണ്ട. പൂക്കുന്ന വെറൈറ്റി ആണെങ്കിൽ നമുക്കുണ്ടാവും. പിന്നെ ഹാർഡി ടൈപ്പൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് പൂണ്ടാകാൻ താമസം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിന് വളം ചെയ്യാനായിട്ടുണ്ട് കേട്ടോ ശരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, എങ്ങനെയാണ് വളം ചെയ്യേണ്ടതെന്ന് കേട്ടോ. പിന്നെ കുറച്ച് പച്ചക്കറി ഇവിടെ അമ്മ നട്ടിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്കുണ്ട്, പച്ചമുളക്, കുറച്ച് സാധനങ്ങൾ നട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇത് ഏതായിരുന്നു, ഹാപ്പിനെസ്സിൻ്റെ ഫ്ലവർ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് 2-3 ഫ്ലവർ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന്. ഇവിടെ ഒരാൾ പൂത്ത് കൊഴിഞ്ഞു പോയിട്ട് ഞാൻ കണ്ടില്ലായിരുന്നു. നമ്മുടെ ഫോറിനർ തന്നെയാണ്. അതിന് ട്യൂബർ എടുക്കാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് മടിയും സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ട്യൂബർ എടുക്കാത്ത. പിന്നെ നമ്മുടെ റെഡ് പിയോൺ ഇത് ഇവിടെ മുട്ടിട്ടുണ്ട് കേട്ടോ. സെറ്റായിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം പൂ ഉണ്ടാകുമ്പോൾ കേട്ടോ. പിന്നെ നമ്മളുടെ ഇതാണ് നമ്മുടെ വൈറ്റ് ഹൗസിൻ്റെ കേട്ടോ. പക്ഷേ ചെറിയ മുട്ടാണിത്. ശരിക്കും ഇത് കുറച്ചും കൂടെ റീപ്പോർട്ടൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് വലിയ പൂ തരുമായിരുന്നു കേട്ടോ. ഞാനിത് മാറ്റണം, റീപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ സഹസ്രദളം ഉണ്ട് കേട്ടോ. സഹസ്രദളം ഒരുപാട് പേര് നമ്മളത് ചോദിക്കാറുണ്ട്. അപ്പോൾ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി. സഹസ്രദളമൊക്കെ വേണമെങ്കിൽ ഞാൻ ട്യൂബർ എടുത്തിട്ടില്ല, ഒരു കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് ട്യൂബർ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ട്യൂബർ എടുത്തിട്ട് നമുക്ക് സെയിൽ പോസ്റ്റ് ഇടണം. കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ ഫുൾ ഗാർഡൻ വ്യൂ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പം പറയാനുള്ള ഒന്നേ ഉള്ളൂ, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. നമ്മളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കനൊക്കെ ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ കിട്ടും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പം ഇന്നലെയും മിനിങ്ങാന്നും ഇവിടെ നല്ല മഴയാണ്. ഇപ്പോൾ ദേ ഇവിടെ സൂര്യനെ കുതിച്ചു, നല്ല വെയിലായിട്ടുണ്ട്. അപ്പം നമ്മളുടെ താമരകൾക്കൊക്കെ നല്ലൊരു ഇതാട്ടോ. നമ്മുടെ യെല്ലോ പിയോൺ നിൽക്കുന്നത്, ഞാൻ ബാക്കിൽ നോക്കിയപ്പോൾ ശരിക്കും വൈറ്റ് കളറാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ സെൻറ്റർ ഭാഗമാണ് കേട്ടോ നമ്മുടെ യെല്ലോ ഷെയ്ഡ് വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പേരാണ് യെല്ലോ പിയോൺ കേട്ടോ. അപ്പം അതില്ലേ ടോട്ടലി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത്. പിന്നെ ലോട്ടസും അതുപോലെ തന്നെ ഗാർഡനിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഉണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ ആരും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ.